പ്രിയ സ്നേഹിതരെ, കാളവണ്ടി നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പലരും കണ്ടിട്ടില്ല എങ്കിലും ഇൻ്റർനെറ്റിലും കമ്പ്യൂട്ടറിലൊക്കെ ബുള്ളക്ക് കാർട്ട് അല്ലെങ്കിൽ കാളവണ്ടി എന്ന് അടിച്ചു നോക്കിയാൽ അത് കാണാൻ കഴിയും. എന്നാൽ പണ്ട് കാലത്ത് കാളവണ്ടി ധാരാളം നമ്മുടെ വഴികളിലൂടെ പോവുകയും അത് ഭാരമുള്ള വസ്തുക്കൾ കൊണ്ടുപോകാൻ ഈ കാളവണ്ടി, പ്രത്യേകിച്ച് കച്ചവടക്കാർ അങ്ങനെയുള്ളവരൊക്കെ തടിമില്ലിലേക്ക് തടി കൊണ്ടുപോകുന്നവരൊക്കെ കാളവണ്ടിയെ ആശ്രയിക്കുമായിരുന്നു. ആ കാളവണ്ടിയിൽ കാണുന്നൊരു പ്രത്യേകത, ഈ രണ്ട് കാളകൾ മുന്നിൽ, ഈ വണ്ടിയുടെ മുന്നിലുണ്ടാകും. അതിൻ്റെ കഴുത്തിൽ ഒരു നുകം വെച്ച് കെട്ടിയിട്ട് ആ നുകത്തിലോട്ട് കാളവണ്ടി ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കാളകളെ മുന്നോട്ട് നയിക്കുമ്പോൾ, മുന്നോട്ട് അടിച്ചു വിടുമ്പോൾ അത് പോകുന്നത് കൊണ്ട് ഈ കാളവണ്ടിയെയും കാളകൾ വലിച്ചുകൊണ്ട് പോകുന്നത് പതിവുണ്ട്. ഇതേപോലെ കാളകളെ ഉപയോഗിക്കുന്ന മറ്റൊരു ഇടമാണ് കൃഷിയിടങ്ങൾ. കൃഷിയിടത്തും രണ്ട് കാളകളുടെ കഴുത്തിന് മുകളിൽ ഒരു നുകം വെച്ച് കെട്ടിയിട്ട് ആ നുകത്തിൽ ഒരു കലപ്പ വെച്ച് കെട്ടി നിലം ഉഴുതുമറിക്കാൻ വേണ്ടി കാളകളെ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇവിടെ രണ്ടിടത്തും കാണുന്നത് കാളകളെ പണിയെടുപ്പിക്കാൻ അല്ലെങ്കിൽ കാളകളിൽ നിന്ന് ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഒരു നുകം വെക്കുക. എന്താണ്? ഒരു നിയന്ത്രണം വെക്കുക. ആ നിയന്ത്രണം എന്തിനാണെന്ന് അറിയാമോ? ഈ കാളകളെ കൊണ്ട് കലപ്പ ഉപയോഗിച്ച് ഉഴുതുമറിക്കാനാണെങ്കിൽ ഏത് ദിശയിലൂടെ നടക്കണം, ഏതെല്ലാം തരത്തിൽ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനെ പുറകിൽ നിന്ന് നയിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനാണ്, അല്ലെങ്കിൽ ആ പണിക്കാരനാണ്, കൃഷിക്കാരനാണ്. അപ്പോൾ ഈ കാളകൾക്ക് അതിൻ്റെ ഇഷ്ടാനുസരണം എങ്ങോട്ടൊക്കെ പോകണമോ അങ്ങനെ പോകാൻ കഴിയുകയില്ല. കാരണം അതിൻ്റെ കഴുത്തിൽ ഒരു നുകം വെച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ കാണാൻ കഴിയുന്നത്, ഈ നുകമുള്ളത് കൊണ്ട് കാളകൾ വളരെ അനുസരണയോടെ നിൽക്കും. അതായത് നിയന്ത്രണമുണ്ടെങ്കിൽ, ആ കൃഷിക്കാരൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന കാളകൾ ആ കൃഷിക്കാരനെ എങ്ങനെ അനുസരിക്കുന്നുവോ അതേപോലെ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് ഭാരമായിരിക്കും അങ്ങോട്ട് കൊടുത്താൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന 1, 2, 3, 4 കാര്യങ്ങളുണ്ട്. ചിലർ പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, ദൈവം എന്നോട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുവെന്ന്. അങ്ങനെയല്ല. ദൈവം പറയുന്നു, നിങ്ങൾക്ക് ഭാരമുള്ളത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം നമ്മൾ പറയുകയാണ്, ഭാരം കുറഞ്ഞത്, ചെയ്യാൻ പറ്റുന്നത്, അനുസരിക്കാൻ പറ്റുന്നത് ചില കാര്യങ്ങൾ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണോ കാളകൾ നിയന്ത്രണത്തിൽ നിൽക്കുന്നത് കൃഷിക്കാരൻ്റെ എന്നതുപോലെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുവാൻ ചില നുകം, ചില നിയന്ത്രണം ദൈവം നമ്മുടെ മേൽ വയ്ക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒന്നാമത്, ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് നമ്മൾ അംഗീകരിക്കണം. 2, ഈ ജീവനുള്ള ദൈവത്തോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്ന ദൈവമാണ് എന്ന് മനസ്സിലാക്കണം. 3, ദൈവം നമ്മുടെ ഒരു കാര്യം, അപേക്ഷ കേട്ടാൽ ആ അപേക്ഷ കേട്ട് പരിഹാരം നൽകി തരുന്നു എന്നുള്ളത് നാം അറിയണം. 5, ഈ ദൈവത്തെ 100% വിശ്വസിക്കാൻ ഞാൻ മനസ്സ് വെക്കണം. 6, ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അനുസരിക്കാനും പാലിക്കാനും ഞാൻ തീരുമാനമെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ എന്ത് നിങ്ങൾ സമ്മതിക്കുന്നറിയാമോ? ദൈവമേ, അങ്ങയുടെ നിയന്ത്രണത്തിൽ, അങ്ങ് എന്നെക്കുറിച്ച് ഏത് രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നുവോ അപ്രകാരം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ അനുസരണയോടെ നിൽക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അത് ഞാൻ അനുസരിക്കും എന്ന് നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയരെ, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഭാരമുള്ള വിഷയം കൊടുക്കുമ്പോൾ വളരെ ഭാരം കുറഞ്ഞ്, ചുമടില്ലാത്ത, അല്ലെങ്കിൽ വളരെ ലഘുവായ ചുമടുള്ള ഒരു നുകം ദൈവം നമുക്ക് തരുമ്പോൾ ആ നുകം ഏറ്റെടുത്തുകൊണ്ട്, ദൈവമേ, അങ്ങയോട് പഠിപ്പാൻ, അങ്ങ് പറഞ്ഞു തരുന്നത് കേട്ട് ഗ്രഹിച്ച് അനുസരിപ്പാൻ
എനിക്ക് താല്പര്യമുണ്ട് എന്ന് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയട്ടെ. ദൈവത്തിന് വളരെ സന്തോഷമാണ് ദൈവത്തെ അനുസരിക്കുന്ന മക്കളെ കാണാനായിട്ട്. ദൈവം പറഞ്ഞ കൽപ്പനകൾ കണ്ടുപിടിക്കുന്ന അനുസരിക്കുന്ന മക്കളെ ദൈവത്തിന് ഭയങ്കര താല്പര്യമാണ്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ, ദൈവം എൻ്റെ പിതാവും ഞാൻ ദൈവത്തിൻ്റെ മകനുമായിരിക്കുന്നുവെങ്കിൽ ആ അപ്പൻ പറയുന്ന എല്ലാ കാര്യങ്ങളും മകൻ അനുസരിക്കുമെങ്കിൽ അപ്പൻ എന്തോ ഒരു സന്തോഷമായിരിക്കും. അങ്ങനെയാണ് സ്വർഗസ്ഥനായ നമ്മുടെ പിതാവായ ദൈവം നമ്മളോട് പറയുകയാണ്, നല്ല മക്കളായി, അനുസരണമുള്ള മക്കളായി, വളരെ ഭാരം കുറഞ്ഞത്, നിഷ്പ്രയാസം ചെയ്യാൻ കഴിയുന്ന വളരെ ചുരുക്കം ചില കാര്യങ്ങൾ നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നു. അത് ചെയ്യാൻ നമുക്ക് മനസ്സ് വയ്ക്കാം. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.